ഗായ്സ് പൊന്മുടി എത്തി ഗായ്സ്. ബോർഡ് ചെറിയ തണുപ്പൊക്കെ ഇട്ടേട്ടാ. ഇവിടെ ഫുള്ള് തന്നെ മഞ്ഞ്. നമ്മള് അങ്ങോട്ട് കയറാൻ പോവാണ്. ഇപ്പൊ തണുപ്പ് ആൾക്കാരൊന്നും കാണാനേ വയ്യ. എന്ത് കണ്ടിട്ടാണ് ഫോട്ടോ എടുക്കണമെന്ന് വെച്ച് അറിഞ്ഞൂടെ. തൊപ്പി മാറ്റിയ നമ്മളിത് ആ മലയിൽ കയറാൻ പോവാണ്. ഇവിടെ കയറിയിട്ട് തിരിച്ചിറങ്ങിയിട്ട് ആ മലയിൽ കയറാം. അങ്ങനെ കയറാം. ടെസ്റ്റ് എടുത്തിട്ട് പോവാ. ഒരു വഴിയായി ഗൈസ്. ഒന്നേ വീണ് ഒരു വഴിയായി. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കയറിയതേ ഉള്ളൂ. പക്ഷെ കണ്ടോ ഇവിടെ നമ്മളെ വന്ന വഴി, കുറേ മലകള്. ഫുള്ള് കുടമൊക്കെ ഇറക്കിയത്. നമ്മളിവിടെ വരുന്ന വഴിക്ക് മിന്നലൊക്കെ വന്നായിരുന്നേ. ഇപ്പൊ ആയപ്പോ എന്താണ് മഴ. ഫസ്റ്റ് മഴത്തുള്ളി എന്റെ മൂക്കിന്റെ ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മള് കയറി നിന്നൊരു മാമിന്റെ ഒരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചിട്ടാണ് ഇവിടെ ഒന്ന് ഇരിക്കുകയാണ്. ഏറ്റവും അമ്മ അടിപൊളി. കുറച്ചു നേരം മഞ്ഞിങ്ങനെ കയറി വന്നേ, പിന്നെ കാറ്റ് നമുക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെയൊക്കെ അടിപൊളി. തൊണ്ട വരണ്ട് അത് മൊത്തം കയറി വന്ന്. പിന്നെ നമ്മളിതേ അങ്ങോട്ട് പോണ്. അവിടെ വേറെ ആരും ഇല്ല, നമ്മള് മാത്രം. അവിടെ ഇടങ്ങി നല്ല മഞ്ഞും. മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും കാണാൻ പോലും ഇല്ല. വന്നിട്ട് ഭയങ്കര കോടമഞ്ഞും എന്താണ് ഇടിയും മിന്നലൊക്കെ ഇറങ്ങിയോണ്ട് നമ്മളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എല്ലാരും പോകുന്നത് മഞ്ഞ് പറഞ്ഞ് മഴയൊക്കെ പെയ്യുവാണ്. അപ്പൊ എല്ലായിടത്തും പൊക്കോളാ പറഞ്ഞു. നമ്മളൊരു 5 ഉരുട്ടോല് തിന്നില്ല, അതിന് മുമ്പേ പറഞ്ഞു. വണ്ടിയൊക്കെ കടന്ന് വരണോണ്ട് ഒന്നും കാണാൻ വയ്യ. ഒട്ടും കാണത്തില്ല, അമ്മാതിരി രീതിയിൽ തണുപ്പാ. നമ്മള് ഓടി ഒന്ന് കാറി കയറുതേ. അവര് കൊടയെ കൊണ്ട് വന്നിട്ട് നമ്മള് കൊടയെ കൊണ്ടുപോവാ. മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ തണുപ്പ്. എല്ലായിടത്തും പോകാനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളിവിടെ ചുറ്റിപ്പറ്റി എപ്പോഴൊന്ന് ഇറക്കി വിടുന്ന അപ്പൊ പോവാന്നുള്ള രീതിയിൽ. നമ്മളിപ്പോ ഒരു സ്ഥലത്തൊന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇതൊക്കെ തന്നെ പരിപാടി. കുറച്ച് പൂക്കളൊക്കെ തറച്ചു. നമ്മളിങ്ങനെ ഓർമ്മയ്ക്ക് ഇങ്ങനെ പ്രിസ്ക്രൈബോ അങ്ങനെ എന്തോ സംഭവം ചെയ്തു. ഇവിടെ എല്ലാവരും അവിടെയൊക്കെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുവാണ്. നമ്മൾ മാത്രം വെള്ളം ഇട്ടുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ ഇങ്ങനെ കുടയം പിടിച്ച് നിന്ന് വ്യൂ കാണുന്നത് ആണ് വ്യൂ. കുറച്ച് ക്രിഞ്ചി വീഡിയോ ആണ് ഗൈസ്, ക്രിഞ്ചി വീഡിയോ. നമ്മളിവിടെ വന്നിരുന്നേ. അപ്പം എല്ലാവരും വന്നു. അപ്പം പിന്നെ ഭയങ്കര ക്രൗഡായി. ഇപ്പോൾ അതേ മഴയൊക്കെ അത്യാവശ്യം തോന്നിയിട്ടുണ്ട്. ഒരു എന്തിനത് കേട്ടോ. അകത്ത് എല്ലാരും ഉണ്ട്. എനിക്ക് പൂ പറിച്ചിരാൻ വേണ്ടി പോയേക്കുവാണ്. ആണോ? അമ്മ എനിക്ക് പറിച്ചു തന്ന പൂവാണ്. ഇക്കാടെയൊന്നും എനിക്കൊരു വ്യത്യാസം. ആറങ്ങോട്ട് സത്യം. നീ ഫോട്ടോ എടുത്തു തരും. ഒരു പട്ടിക്കുട്ടിയോടെ കണ്ടില്ലേ, തുള്ളി തുള്ളി പോണോള്. പൊന്മുടി കാട ഓടണ ഓട്ടം കണ്ടില്ലേ? എല്ലാരും നോക്കി തുള്ളി തുള്ളി. എന്തൊരു ഭാഗ്യല്ലേ ഇത്. വേണ്ട പോവാൻ വേണ്ടി.
നമ്മളിപ്പോ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒടുക്കത്തെ തണുപ്പാണ്. അങ്ങനെ ദേ അമല് ചായയും പഴംപൊരി വക പോയേക്കുവാണ്. നല്ല മഴയത്ത് തണുപ്പത്ത് ചായയും പഴംപൊരി. ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പൊ അമല് പറഞ്ഞെങ്കിൽ നമുക്ക് താഴോട്ട് പോയി കുറെ കടകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോ ഫസ്റ്റ് ചായയും കോഫിയൊക്കെ കിട്ടുന്ന കട ഇവിടെയാണ്. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. ഇവിടോ വ്യൂ നോക്കടാ. തന്നടാ. ഓ ഇവിടെ ഇരിക്കുക. ഗായ്സ് നല്ല ചൂട് പഴംപൊരി. പഴംപൊരി കൊള്ളാം. പിന്നെ ഒരു ഹോർലിക്സ് ഇട്ടൊരു ചായ. ഇപ്പൊ നമ്മളിത് ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ ഇരിക്കുവാണ്. ചായ വന്നിട്ടുണ്ട്, പക്ഷെ പഴംപൊരിക്ക് ചൂടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുവാണ്. നീ ഒരു ചൂട് ഓംലേറ്റ് പറയാന്ന് വിചാരിച്ചു. അതെന്തായാലും ചൂട് കാണാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ അതേ കാറിന്റെ ഡോറൊക്കെ തുറന്നിട്ട് ആ വ്യൂ ഒക്കെ കണ്ട് എന്ത് രസമാണെന്നറിയാവോ എൻ്റെ പൊന്നേ. ഓ ഐ എം സോ 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 ഹാപ്പി. ഇപ്പൊ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അതും കൂടെ കൊണ്ട് ഈ ചൂട് ചായ എല്ലാം കൂടെ ആയിട്ട് ഈ ഒരു വ്യൂ പോയിട്ട് ഇത് കുടിക്കാൻ എന്ത് രസമാണെന്നറിയോ. അമൽ ഓംലേറ്റ് പറയാൻ പോയേക്കുവാണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെയും കാറി കയറി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഇവിടെ മഴ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ പിന്നെയും മഴയായി. പിന്നെ അമല് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ നിന്ന് പറിച്ചതാ എല്ലാം ഒന്ന് ഒരു ഓർമ്മയ്ക്കായിട്ടെ. പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ട് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുവാണ്. ഞാൻ കാണിച്ചു തരാവേ ഗൈസ്. ഇത് ബ്രെഡ് ഓംലെറ്റ് 60 രൂപയാണേ. എന്താണിത്? ഇതാണോ ബ്രെഡ് ഓംലെറ്റ്? എന്നെ പറ്റിച്ചോ? ലെറ്റ്സ് ട്രൈ ബ്രെഡ് ഓംലെറ്റ്. ഓക്കെ ആണ് ഗൈസ്. ബ്രെഡില് ഓംലെറ്റ് പൊരിച്ചു വെച്ചിട്ട് അതില് മുക്കിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് സോസ് മുക്കി കഴിച്ചു നോക്കാമേ. ഞാൻ ആദ്യമായിട്ടാണ് സോസ് മുക്കി കഴിക്കുന്നത്. ആദ്യമായിട്ടാണ് സോസ് മുക്കി കഴിക്കുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളിങ്ങനെ താഴെ വന്നിട്ട് ആ ഒരു മലയറത് അടിപൊളി വ്യൂ. ബ്രെഡ് പൊതിഞ്ഞു വെച്ച് തന്നു. അതെ. ഓ എന്ത് വെട്ടല്ലേ. No. ഒരു സൺസെറ്റ് ആണ് അത് അല്ലേ? അടിപൊളി. ആ ഇടയിൽ കൂടെ കണ്ണോണ്ട് കൂടെ കാണണം അത്. നമ്മള് എല്ലാം കഴിഞ്ഞ് അപ്പേരുടെ അടുത്തും പോയിട്ട് ഇനി വന്നിട്ടുണ്ട്. ഇനി വെഞ്ഞാറമൂട്ടി നിൽക്കുകയാണ്. ഇനി അമ്മേരുടെ അടുത്ത് പോകണം. അപ്പം കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ്. ഇപ്പോൾ ഒരു 9-9:30 ആയിട്ടുണ്ട്. അപ്പം ചീസിയിൽ ഓർഡർ ഫ്രൈസ് വാങ്ങിയിട്ടുണ്ട്.
ഫസ്റ്റ് ടൈമാണ്. 2-3 കടകളിൽ ചോദിച്ചു നോക്കിയിട്ട് കിട്ടില്ല, പക്ഷെ ഇവിടെ നിന്ന് കിട്ടും. സൂപ്പർ ആണോ? അമ്മയുടെ അടുത്തും കൂടെ പോയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ടാറ്റ.